നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 28 ശനിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മൊബൈൽ ഫോണുകളിൽ നിന്നും സിം കാർഡ് മാറ്റിയാൽ വാട്സാപ്പ്, ടെലഗ്രാം തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകൾ പ്രവർത്തിക്കാത്ത സിം ബൈൻഡിംഗ് സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ വരികയാണ്. ഈ ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുതിയ ചട്ടം നടപ്പിലാക്കാൻ ടെലികോം കമ്പനികൾക്കും ആപ്പുകൾക്കും നൽകിയിരുന്ന 3 മാസത്തെ കാലാവധി നീട്ടി നൽകില്ലെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി. നിലവിൽ വാട്സപ്പ് പോലെയുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രമേ സിം കാർഡിൻ്റെ അതായത് OTP വെരിഫിക്കേഷൻ ആവശ്യമുള്ളൂ. അതായത് ഒരിക്കൽ ലോഗിൻ ചെയ്താൽ പിന്നീട് സിം ഊരി മാറ്റിയാലും വൈഫൈ ഉപയോഗിച്ച് ഈ ആപ്പുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഫോണിൽ ഏത് നമ്പറിലാണോ വാട്സപ്പ് ഉള്ളത് ആ സിം കാർഡ് ആ ഫോണിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സിം കാർഡ് മാറ്റുകയോ ഫോണിൽ നിന്ന് നീക്കം ചെയ്യുകയോ ചെയ്താൽ ആപ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെടും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അടുത്ത ഗഡു 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മാർച്ച് മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിന്റെ കൃത്യമായ തീയതി സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് മാർച്ച് മാസം ആദ്യ വാരത്തോടെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. മാർച്ച് 11ാം തീയതി നിശ്ചയിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശന വേളയിൽ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ആനുകൂല്യ വിതരണവും നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ തുക വിതരണം ചെയ്യുന്ന സ്വിച്ച് ഓൺ കർമ്മവും ഇതേ ദിവസം ഒരുപക്ഷെ നടന്നേക്കാം. അങ്ങനെയാണെങ്കിൽ മാർച്ച് ആദ്യ പകുതിയോടെ തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ്. ഇതുവരെ 21 ഗഡുക്കളിലായിട്ട് ഏകദേശം 42,000 രൂപയോളം കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ചെറുകിട നാമമാത്ര കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ ധനസഹായം നൽകുന്ന ഈ പദ്ധതിയിൽ 4 മാസത്തെ ഇടവേളകളിൽ 2,000 രൂപ വീതം 3 ഗഡുക്കളായിട്ടാണ് തുക കൈമാറുന്നത്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ തുകയാണ് ഇനി ലഭിക്കാനായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഫെബ്രുവരിയിൽ നടക്കേണ്ട വിതരണം ചില പ്രത്യേക സാഹചര്യങ്ങളാൽ മാർച്ചിലേക്ക് മാറുകയായിരുന്നു. സാധാരണയായിട്ട് പ്രധാനമന്ത്രിയുടെ പൊതുസമ്മേളനങ്ങളിലോ പ്രത്യേക ചടങ്ങുകളിലോ ഒക്കെ വെച്ചാണ് ഇതിൻ്റെ വിതരണം നടക്കാറുള്ളത്. ഇത്തവണ അത്തരമൊരു വമ്പൻ പ്രഖ്യാപനം അത് കേരളത്തിൽ വെച്ച് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ പുറത്തു വരുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളിലെയും ബാങ്കുകളിലെയും വായ്പാ കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിനുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഫെബ്രുവരി 28ാം തീയതി വരെ നീട്ടിയിരുന്നു. മരണപ്പെട്ടവർ, മാരക രോഗബാധിതർ, വരുമാനദാതാവ് മരണപ്പെട്ട കുടുംബങ്ങൾ എന്നിവരുടെയൊക്കെ വായ്പകൾക്ക് ഈ പദ്ധതി പ്രകാരം പ്രത്യേക ഇളവുകൾ ലഭിക്കും. കൂടാതെ പക്ഷാഘാതമോ അല്ലെങ്കിൽ അപകടമോ കാരണം ശരീരം തളർന്നവർ, ചികിത്സിച്ച് മാറ്റാനായിട്ട് കഴിയാത്ത രോഗം ബാധിച്ചവർ, ഇവരുടെയൊക്കെ സംരക്ഷണത്തിലുള്ള കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടതിനെ തുടർന്ന് വായ്പാ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്ന കുട്ടികൾ എന്നിവരുടെയൊക്കെ തന്നെ സാഹചര്യം പരിഗണിച്ച് പരമാവധി ഇളവുകൾ നൽകുന്നതാണ്. ഇതനുസരിച്ച് പലിശയിൽ 50% വരെ ഇളവോടെ കുടിശ്ശിക ഒറ്റത്തവണയായിട്ട് അടച്ചു തീർക്കാൻ സാധിക്കും. ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, MSS, MDS, GCS എന്നീ വായ്പകൾക്കും ഈ ആനുകൂല്യം ലഭ്യമാണ്. പദ്ധതി കാലാവധിക്ക് ശേഷം കുടിശ്ശിക തുക സാധാരണ വായ്പയായി പരിഗണിച്ച് പലിശ ഇളവ് അനുവദിക്കുന്നതാണ്. കുടിശ്ശികയുള്ളവർക്ക് പുറമെ വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് 10% വരെ ഇളവ് നൽകുമെന്നും മന്ത്രി VN വാസവൻ അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിട്ട് തന്നെ ഇപ്പോൾ തുടരുകയാണ്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയായ 2,000 രൂപ കഴിഞ്ഞ ദിവസം 25ാം തീയതി വൈകുന്നേരം 5:30യോടെയൊക്കെയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചത് തന്നെ. ഇതിനോടകം തന്നെ ഏതാണ്ട് 75% ആളുകൾക്കും തുക ലഭിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് വരും മണിക്കൂറുകളിൽ തന്നെ തുക അക്കൗണ്ടിൽ ലഭ്യമാകുന്നതാണ്. കേന്ദ്രവിഹിതം ഉൾപ്പെടുന്ന പെൻഷൻകാർക്ക്, അതായത് 300, 200, 500 രൂപ കുറവുള്ളവർ, അവർക്ക് ആ തുക സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ അവർക്കും വരും ദിവസങ്ങളിൽ തന്നെ അത് ലഭിക്കുന്നതാണ്. നിലവിൽ 1,500 മുതൽ 1,800 രൂപ വരെ ലഭിച്ചവർക്ക് കേന്ദ്ര ഗഡു ബാക്കി തുക കൂടി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. അതേസമയം ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാതെ നേരിട്ട് കൈകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് അത് വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ വിതരണം ആരംഭിക്കുക. ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്താനായിട്ട് സമയമെടുക്കുന്നതിലാണ് ഈ ഒരു കാലതാമസം നേരിടുന്നത്. ഇതിന് പുറമെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പലർക്കും 1,600 രൂപ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പെൻഷൻ തുക ലഭിച്ചവർ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഫെബ്രുവരി മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് ഒരു ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ.
അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ എല്ലാവരും ആനുകൂല്യങ്ങൾ കൃത്യമായി കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സപ്ലൈകോ വഴി ലഭിക്കുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങളും റേഷൻ കടകൾ വഴിയുള്ള റേഷൻ അരി, ആട്ട തുടങ്ങിയ ആനുകൂല്യങ്ങളും എല്ലാവരും തന്നെ ഇന്ന് തന്നെ കൃത്യമായിട്ട് കൈപ്പറ്റണം. തുടർച്ചയായിട്ട് 3 മാസത്തിലധികം ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത റേഷൻ കാർഡുകൾ തരം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന ഒഴിവുകളിലേക്ക് APL വിഭാഗത്തിൽ നിന്നും BPL വിഭാഗത്തിലേക്ക് കാർഡിനായിട്ട് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഈ മുൻഗണനാ കാർഡുകൾ അനുവദിക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വെള്ളിയാഴ്ച ഫെബ്രുവരി 27-ാം തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് കൂടിയത്. ഗ്രാമിന് 14,810 രൂപയിലും പവന് 1,18,480 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്ക് നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.